മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിവരം അറിഞ്ഞുകൊടുത്തതിന് ബാലചന്ദ്രൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്താണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഗോവർദ്ധനൻ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഗോവർദ്ധനൻ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കി. വൈജയന്തിയുടെ കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് കേട്ട് ഗോവർദ്ധനൻ ആകപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് വിവരം അറിഞ്ഞുകൊടുത്തതിന് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നത്. ബാലചന്ദ്രനെ കണ്ടതും ഗോവർദ്ധനൻ അടുത്തേക്ക് ചെന്നു. ആ സമയം ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല വൈജയന്തി എവിടെയാ? അപ്പോ ഐസിയുലാണെന്ന് ഗോവർദ്ധനൻ പറഞ്ഞു. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ വല്ലതും പറഞ്ഞോ? നീ കേറി കണ്ടോ? അങ്ങനെയൊക്കെ ബാലചന്ദ്രൻ തിടുക്കത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനൻ പറഞ്ഞു, ഡോക്ടറോട് ഞാൻ സംസാരിച്ചിരുന്നു ബാലേട്ടാ. ഡോക്ടർ പറഞ്ഞത് വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ലെന്നാണ്. എന്നാൽ അത് കേട്ടപ്പോൾ തന്നെ ബാലചന്ദ്രൻ ഒന്ന് ഞെട്ടി. എന്തൊക്കെയാ ഗോവർദ്ധന നീ ഈ പറയുന്നേ? അതെ, അങ്ങനെ ഒരു വലിയ ആക്സിഡന്റ് തന്നെയായിരുന്നു സംഭവിച്ചത്. വണ്ടി വെട്ടിപ്പൊളിച്ചൊക്കെയാണ് വൈജയന്തിയെ പുറത്തേക്ക് എടുത്തത്. ഇത് കേട്ടപ്പോൾ തന്നെ ബാലചന്ദ്രൻ ആകെ വല്ലാതായി. ബാലചന്ദ്രൻ പറഞ്ഞു, ഏയ് അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലടോ. അവൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പോവാൻ പറ്റില്ല. എന്നെ ഇങ്ങനെ വിഡ്ഢിയാക്കിയിട്ട് അവൾക്ക് പോവാൻ പറ്റുമോ? അവൾ ഇനിയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം. അങ്ങനെയൊന്നും അവൾ പെട്ടെന്ന് പോവില്ല. എനിക്ക് അവൾ മരിക്കുമെന്ന ഒരു പേടിയുമില്ല. അവൾ ജീവനോടെ തന്നെ മടങ്ങി വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ബാലചന്ദ്രൻ. ഗോവർദ്ധൻ ഇതൊന്നും തന്നെ മനസ്സിലായില്ല. എന്താ ബാലേട്ട, ബാലേട്ടൻ എന്തൊക്കെയാണ് ഈ സംസാരിച്ചതെന്ന് അയാൾ ചോദിച്ചു. പക്ഷേ വൈജയന്തിക്ക് ഇങ്ങനൊരു പെട്ടെന്ന് അപകടമുണ്ടായത് കൊണ്ട് തന്നെ അതിന്റെ ഫീലിംഗ്സിലാണ് ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ഗോവർദ്ധനൻ വിചാരിച്ചു. അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ടടോ, അവൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വൈജയന്തി ഈ സമയത്ത് എവിടെ പോയതായിരുന്നു? എടാ, എനിക്കെങ്ങനെ അറിയാം? ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. എന്റെ വിചാരം വൈജയന്തി ഇവിടെ ഉണ്ടെന്നാണ്. പക്ഷേ അവൾ ഇവിടെ ഇല്ലെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇനി ഒരു പക്ഷേ രാത്രിയിൽ അവൾ അവളുടെ പഴയ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോയതാണോ എന്നൊന്നും അറിയില്ല. ആ വഴക്കിലാണല്ലോ അപകടമുണ്ടായത്. ചിലപ്പോ അതിന് സാധ്യതയുണ്ടെന്ന് അയാൾ പറഞ്ഞു. ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, ഒരു പക്ഷേ വൈജയന്തി ചേച്ചി ഇങ്ങനെയൊന്നും ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കലില്ലല്ലോ. മനസ്സിൽ അത്ര വലിയ സംഘർഷം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങൾ തമ്മിൽ വല്ല വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വഴക്കോ? കുറച്ച് നാളുകളായിട്ട് അത് മാത്രമേ ഉള്ളൂ ഗോവർദ്ധന. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പല കാര്യങ്ങളും ഒന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന സാഹചര്യമേ അല്ല ഇത്. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് മാറി നിന്നു. ബാലചന്ദ്രന്റെ മനസ്സിൽ നൂറ് നൂറ് ടെൻഷനുകളായിരുന്നു. ഈ സമയത്താണ് രാജീവനും ശിവശങ്കരനും കൂടി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അവരുടെ പുറകെ തന്നെ മനുവും വരുന്നുണ്ട്. അപ്പോ മനുവിനും നല്ല ടെൻഷനാണ്. എന്താ ഏതാ എന്നൊന്നും അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ആദ്യം വന്ന രാജീവനും ശിവശങ്കരനും അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോൾ ഗോവർദ്ധനും ബാലചന്ദ്രനും ഒക്കെ അവിടെ നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് ഗോവർദ്ധന്റെ അടുത്തേക്ക് ചെന്ന് കുട്ടുന്നതിന്റെ അവർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പൊ വൈജയന്തിക്ക്? എങ്ങനെയാ കാര്യങ്ങൾ എന്നൊക്കെ. അന്നേരം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ആകപ്പാടെ തകർന്നു പോയി. വൈജയന്തി എന്തിനാ ഈ സമയത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയത്? പിന്നീട് ബാലചന്ദ്രന്റെ നേർക്ക് ചെല്ലാണ് അവര്. രാജീവൻ, ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം, ഞങ്ങളുടെ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല ബാലചന്ദ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രാജീവൻ ഒരുപാടങ്ങ് ബഹളം വെക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിച്ചു, അതിനിപ്പോ ഞാൻ എന്താ ചെയ്തത്? നിങ്ങളുടെ പെങ്ങളെ പാതിരാത്രി അവിടെ നിന്നും ഞാൻ ഇറക്കി വിട്ടതൊന്നും അല്ലല്ലോ. അവൾ സ്വയം മനസ്സാലെ അവിടെ നിന്നും ഇറങ്ങിപ്പോയതല്ലേ. അതിന് ഇപ്പോ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് യാതൊരു വിധ കാര്യവുമില്ല. പെങ്ങൾ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ശിവേട്ട. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അവൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ശിക്ഷ കിട്ടാതെ പെട്ടെന്ന് അവൾക്ക് അങ്ങോട്ടേക്ക് മുകളിലേക്ക് പോവാനൊന്നും പറ്റുമോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ രാജീവൻ പറഞ്ഞു, എന്താടാ ബാലചന്ദ്ര നീ ഈ പറയുന്നത്? നീ ഈ സമയത്ത് അവളെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാണോ? അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് രാജീവേട്ട ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് ബാലചന്ദ്രൻ മറുപടി നൽകി. ബാലചന്ദ്രന്റെ ഉള്ളിലും ഈ സമയത്ത് വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും അയാൾ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. കാരണം വൈജയന്തി വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ആയിട്ടില്ല, ഇനിയും വരാനുണ്ട്. അവൾ ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് താനെ. അപ്പോ പെട്ടെന്ന് അവൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവോ? ഒരിക്കലുമില്ല. ആ ഒരു ചിന്തയായിരുന്നു ബാലചന്ദ്രന്റെ മനസ്സിൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ മനു അങ്ങോട്ടേക്ക് വന്നു. മനു വന്ന് ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. മനു പറഞ്ഞു, അങ്കിൾ വിഷമിക്കൊന്നും വേണ്ട, ആന്റിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. വിഷമോ? ഞാനെന്തിനാടാ മനു വിഷമിക്കുന്നത്? എനിക്ക് സങ്കടമൊന്നുമില്ല. നിന്റെ ആന്റിക്ക് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അതൊന്നും ഓർത്ത് എനിക്ക് പേടിയുമില്ല. അല്ല, അങ്കിളും ആന്റിയും തമ്മിൽ വല്ല പിണക്കവും ഉണ്ടായിരുന്നോ? എന്ത് പിണക്കം? കൊല്ലപ്പള്ളിയിൽ നിന്നും വന്നു കഴിഞ്ഞതിന് ശേഷം അവൾ എന്റെ അടുത്തേക്ക് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. അങ്കിള് വിഷമിക്കേണ്ട, ഈ പാവഭാരമെല്ലാം തന്നെ ഏറ്റെടുത്ത് ആന്റിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പോവാൻ പറ്റില്ല.
അങ്കിൾ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് മനുവും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൾ ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. മനു പറയുന്നുണ്ട്, പാവം, അവൾ ആകെ വിഷമിക്കുന്നുണ്ടാവും. സ്വന്തം അമ്മയാണെങ്കിൽ പോലും ഇങ്ങോട്ടേക്ക് ഓടി വരാനൊന്നും അലീനക്ക് പറ്റില്ലല്ലോ. മാറി നിന്ന് കാണാൻ മാത്രമേ ആ പാവത്തിന് പറ്റൂ. അലീനയെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ആകെപ്പാടെ പ്രശ്നമാവുമെന്ന് അവൾക്കറിയാം. പിന്നീട് മനു രാജീവിന്റെയും ശിവശങ്കരന്റെയും അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്ന സമയത്താണ് ശിവശങ്കരൻ പറയുന്നത്, എല്ലാത്തിനും കാരണം ഇവൻ ഒറ്റൊരുത്തനാണ്, ബാലചന്ദ്രൻ. പിന്നെ അവന്റെ ആ അവിഹിത സന്തതി അലീന എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ആ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുമായിരുന്നില്ല. വൈജയന്തിക്ക് ഈ ആക്സിഡന്റും കാര്യങ്ങളും ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. മനു പറഞ്ഞു, അതിനിപ്പോ അങ്കിളിനെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നീ എന്താണ് ഇപ്പോഴും ബാലചന്ദ്രന്റെ പക്ഷം പിടിക്കുകയാണോ? എന്താ, ഞാൻ അങ്കിളുടെ പക്ഷം പിടിച്ചാല് ഈ പറയുന്ന ആന്റി അത്ര ഭേദമൊന്നുമല്ലല്ലോ. ആന്റിയും ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ. പിന്നെ അങ്കിളുടെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് അവൻ എടുത്തടിച്ചതുപോലെ ചോദിക്കുകയാണ് മനു. ഒരു നിമിഷം രാജീവനും ശിവശങ്കരും പരസ്പരം ഒന്ന് നോക്കി. ഇവൻ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് അവൻ ചിന്തിച്ചു. മനു അവിടെ നിൽക്കാതെ തന്നെ നേരെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. രാജീവൻ ശിവശങ്കരനോട് ചോദിക്കുന്നുണ്ട്, അല്ല ശിവേട്ടാ, എന്തുദ്ദേശിച്ചാണ് അവൻ അങ്ങനെ പറഞ്ഞത്? അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ബാക്കിയുള്ള കഥകൾ വല്ലതും മനുവിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. അതെനിക്ക് നല്ല സംശയമുണ്ട്. ബാലചന്ദ്രനെ ശ്രദ്ധിച്ചോ? ബാലചന്ദ്രൻ എന്തോ പ്രതികാരം ചെയ്യുന്നത് പോലെയാണ് വൈജയന്തിയോട് പെരുമാറുന്നത്. ഒരു പക്ഷേ വൈജയന്തി ചെയ്ത കാര്യങ്ങളൊക്കെ ഇനി അവൻ എങ്ങാനും മറിഞ്ഞു കാണുമോ? അത് വെച്ചിട്ടാണോ അവൻ ഇങ്ങനെ കളിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവന്റെ പ്രതികാര ബുദ്ധിയാണ്, നമ്മൾ സൂക്ഷിക്കണം. അവൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇപ്പൊ മനുവിനോട് തന്നെ സംസാരിച്ചത്. മനുവിന്റെ മനസ്സിലും എന്തൊക്കെയോ ഉണ്ട്. അവൻ എന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവൻ അത് അറിയണമെങ്കിൽ ഒരുപക്ഷെ ബാലചന്ദ്രൻ പറഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ വേറെ ആരിൽ നിന്നെങ്കിലും അറിഞ്ഞതായിരിക്കണം. അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ളൊരു കാരണം കാണും. ഇവരൊക്കെ ഈ സത്യമെല്ലാം എങ്ങനെയാണ് അറിഞ്ഞതെന്നൊന്നും അറിയില്ലല്ലോ. ഇത് കേട്ട സമയത്തിന് ശിവശങ്കരൻ പറഞ്ഞു, സൂക്ഷിക്കേണ്ട കാര്യത്തിൽ നമ്മൾ സൂക്ഷിച്ചേ മതിയാവൂ. ഒരു കാരണവശാലും വൈജയന്തിയുടെ കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് ലീക്കാവാൻ പാടില്ല. ബാലചന്ദ്രൻ അറിഞ്ഞിട്ടില്ലായിരിക്കാം, പക്ഷേ അയാളുടെ മട്ടും ഭാവം കണ്ടിട്ട് അറിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ശിവേട്ട എന്ന് രാജീവൻ പറഞ്ഞു. നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറയാണ് അവര്. ഇതേ സമയം അലീന വല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അലീനക്കാണെങ്കിൽ സമനില തെറ്റുന്നത് പോലെ തോന്നി. എന്ത് ചെയ്യണമെന്നത് പോലും അവൾക്കറിയില്ല. കുറച്ചു സമയം പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ബാലചന്ദ്രനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് നോക്കിയിട്ട് ഫോൺ വിളിച്ചു നോക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ കോൾ എടുത്തില്ല. അലീനയോട് എന്ത് മറുപടി പറയണമെന്നൊന്നും ബാലചന്ദ്രൻ അറിയില്ലായിരുന്നു. പിന്നീട് മനുവേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതി മനുവേട്ടനെ വിളിച്ചപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് കരുതി മനുവിനെ വിളിക്കുകയാണ്. മനുവിനെ വിളിച്ചിട്ട് അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടാ, മനുവേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണോ? അതെ. അവിടെ ഇപ്പൊ എന്തായി കാര്യങ്ങൾ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അത് കേട്ട സമയത്തിന് മനു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയാറായിട്ടില്ല അലീന. ഇപ്പൊ വൈജയന്തി ആന്റി ഐസിയുലാണ്. ഇത് കേട്ട ഉടനെ തന്നെ അലീന കരയാൻ തുടങ്ങി. മനു പറയുന്നുണ്ട്, അലീനെ, നീ കരയേണ്ട ആവശ്യമൊന്നുമില്ല. ആന്റിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ വിഷമിക്കാതിരിക്ക്. അല്ല മനുവേട്ടാ, ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരിക്കലും സംഭവിക്കില്ലായിരുന്നല്ലോ. അന്നേരം മനു പറയുന്നുണ്ട്, ഓ അതാണോ അപ്പോ? നീ വെറുതെ ഓരോന്നോർത്തിട്ട് ഇങ്ങനെ വിഷമിക്കാതെ വേവലാതിപ്പെടാതിരിക്ക്. തൽക്കാലത്തേക്ക് നീ സമാധാനത്തോടെ അവിടെ ഇരിക്കാൻ നോക്ക്. ഹോസ്പിറ്റലിലെ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. അവിടെ വേറെ ആരെല്ലാം വന്നിട്ടുണ്ട് എന്ന് അലീന ചോദിക്കണേ. അന്നേരം മനു പറയുന്നുണ്ട്, അച്ഛനുണ്ട്, കൊച്ചച്ഛനുണ്ട്, പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഗോവർദ്ധനൻ അങ്കിളുമുണ്ട് എന്ന് പറയും. ശരി മനുവേട്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, എനിക്ക് അമ്മയെ കാണാൻ വരണമെന്നുണ്ട് അവൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ല. വേണ്ട വേണ്ട അലീനെ, നീ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് വരണ്ട. അതിനി പുതിയ പ്രശ്നങ്ങളിലേക്ക് വഴിമാറും. അതുകൊണ്ട് തൽക്കാലം നീ വരണ്ട എന്ന് മനു പറയും. ഇതേ സമയം കമലമ്മക്ക് നല്ല ടെൻഷനായിരിക്കും. കമല അങ്ങോട്ടൊന്ന് പോയിട്ട് പോലുമില്ലല്ലോ. പിന്നീട് കമല രണ്ടും കൽപ്പിച്ച് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു. മുത്തശ്ശിയുടെ മുറിയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നത്, ഇതെന്താ നീ പാതിരാത്രി സമയത്ത്? പാതിരാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല ഇപ്പോൾ എനിക്ക്. എന്തു പറ്റി കമലെ, എന്താ പറ്റിയത്? അലീന എന്ന് പറയുന്ന ഒരുത്തി ഇവിടെ വന്നിരുന്നല്ലോ. അവൾ കാരണമാണ് വൈജയന്തി ഇപ്പോൾ ജീവനോട് മല്ലടിച്ച് കിടക്കുന്നത്. എന്ത്, നീ എന്തൊക്കെയായി പറയുന്നത്? വൈജയന്തിക്ക് എന്ത് പറ്റിയെന്നാ മുത്തശ്ശി ചോദിച്ചു. വൈജയന്തിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് പറയാണ് കമല. ആക്സിഡന്റോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ ഭഗവാനെ, ഞാൻ ഇത് എന്തായി കേൾക്കുന്നത്? പാതിരാത്രി സമയത്ത് അവൾ ഇത് എങ്ങോട്ടേക്ക് പോയതാണെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് വന്നതാണോ എന്നൊന്നും അറിയില്ല. ബാലചന്ദ്രനുമായി വഴക്കിട്ട് പോയതാണെന്ന് പറയുന്നു. ആക്സിഡന്റ് ഉണ്ടായി. എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇനി എന്തുണ്ടാവാനാണ്? ഇനിയിപ്പോ കാര്യങ്ങളൊന്നും കൂടുതൽ അറിഞ്ഞിട്ടില്ല. അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് വിളിച്ചു നോക്ക്.
എങ്ങനെയാ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വിളിച്ചു നോക്കുക എന്നൊക്കെ പറയാണ് മുത്തശ്ശി. അങ്ങനെ കമല ശിവശങ്കരനെ വിളിക്കുന്നുണ്ട്. ശിവശങ്കരനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ശിവേട്ട എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? വൈജയന്തിയെ കണ്ടോ? അവൾ സംസാരിച്ചോ? ശിവശങ്കരൻ പറയുന്നുണ്ട്, കാണാനും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല കമലെ. വൈജയന്തി ഇപ്പോഴും ICUവിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഡോക്ടർ പറഞ്ഞത് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല എന്നാണ്. അതും കൂട്ടി കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് ആകപ്പാടെ വിഷമമായി. കാരണം ഫോൺ സ്പീക്കറിലിട്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശി അതെല്ലാം കേട്ട് എന്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് കയ്യും വെച്ചുകൊണ്ട് തന്നെ നിലവിളിക്കാൻ തുടങ്ങി. എന്റെ മോൾക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോൾ കമല പറയുന്നുണ്ട്, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാമേ, മോൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതും പറഞ്ഞുകൊണ്ട് തന്നെ കമല അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് ഓരോ നിമിഷവും അലീന ഓരോ യുഗങ്ങൾ പോലെയായിരുന്നു തള്ളി നീക്കിയത്. ഹോസ്പിറ്റലിലെ വിവരങ്ങളൊന്നും തന്നെ അറിയുന്നില്ല. അറിയാവുന്ന ദൈവങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് തന്നെ അലീന അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നേരം വെളുക്കാറായി. ഡോക്ടർമാർ വന്നും പോയും ഇരിക്കുകയെന്നല്ലാതെ വ്യക്തമായിട്ടുള്ള ഒരു വിവരവും തന്നെ ആരും പറയുന്നില്ല. വൈജയന്തി അപകടം തരണം ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമോ എന്ന് രാജീവൻ തിരക്കുന്നുണ്ട്. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ എവിടെ കൊണ്ടുപോയാലും ഇതൊക്കെ തന്നെയാണ് ചികിത്സ കിട്ടാനുള്ളത്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞങ്ങൾ ഇവിടെ തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസമായിരിക്കും കൃഷ്ണമോളൊക്കെ കാര്യം അറിയുന്നത്. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ കിടന്ന് ബഹളം വെക്കാണ്. എനിക്കിപ്പൊ തന്നെ അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണമോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു. അലീനക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ല. അലീന വല്ലാത്ത വിഷമത്തിലായിരുന്നു. വൈജയന്തി എന്തായാലും ജീവിതത്തിലേക്ക് മടങ്ങി വരും. വൈജയന്തിക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ബാലചന്ദ്രനെ എല്ലാവരും കൂടി ക്രൂശിക്കും. പക്ഷേ ബാലചന്ദ്രനെ താങ്ങുതണലുമാറ്റി മനുവും അലീനയും ഒക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോ അലീനയുടെ കാര്യമാണ്. അലീന രേവതിയെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി കുട്ടിക്കും നല്ല ടെൻഷനാവും. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് രേവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് ചേച്ചി, ചേച്ചി ഇങ്ങോട്ട് പോര്, ഇനി ചേച്ചി അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവർ അപകടപ്പെടുത്താൻ പോലും മടിക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീനയെ തിരിച്ചു വിളിക്കാണ് രേവതിക്കുട്ടി. അന്നേരം അലീന പറഞ്ഞിട്ട്, മോളെ എനിക്കങ്ങനെ ഇവിടെ നിന്നും ഇട്ടിട്ട് വരാനൊന്നും പറ്റില്ലല്ലോ. തന്റെ അമ്മയല്ലേ, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനല്ലേ നോക്കേണ്ടത് എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങ് കടന്നുപോയി. വൈജയന്തിയെ കാണാൻ വേണ്ടിയിട്ട് അലീന ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ICUവിന്റെ വാതിലിന് മുന്നിൽ തളർന്നിരിക്കുന്ന അലീനയെ കണ്ടതും രാജീവനും ശിവശങ്കരനും വീണ്ടും ദേഷ്യം ഇരിച്ചു കയറി. ഇവിടെ നീ നിൽക്കുന്നത് കണ്ട വൈജയന്തിക്ക് ബോധം വരുമ്പോൾ ആകെ പ്രശ്നമാവും, ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രാജീവൻ അലറി. എന്നാൽ മനു അലീനക്ക് കവചമായി അവിടെ തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. വൈജയന്തി ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്ന്, ബോധം തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറയും. എല്ലാവരും കൂടി അകത്തേക്ക് ഓടിക്കയറി. പക്ഷേ കണ്ണു തുറന്ന വൈജയന്തിയുടെ നോട്ടം ആദ്യം ചെന്ന് നിന്നത് ബാലചന്ദ്രന്റെ മുഖത്തായിരുന്നു. എല്ലാവരും കരുതിയിരുന്നത് അവൾ ബാലചന്ദ്രനെ ചീത്ത വിളിക്കുമെന്നാണ്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ വൈജയന്തി വിതുമ്പിക്കൊണ്ട് തന്നെ കരയാൻ തുടങ്ങി. എന്നെ രക്ഷിക്കണ്ടായിരുന്നു ബാലേട്ടാ, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് ശിക്ഷ കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി തളർന്ന സ്വരത്തിൽ പറഞ്ഞു. വൈജയന്തിയുടെ വാക്ക് കേട്ടതോടുകൂടി തന്നെ ആ മുറിയിൽ നിശബ്ദത പടർന്നു. ശിവശങ്കരൻ ഉടനെ തന്നെ ഇടപെട്ടു. വൈജയ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ഈ ബാലചന്ദ്രനും അവന്റെ മകളുമാണ്. നീ അവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സമയം മനു മുന്നോട്ട് വന്നു. അവന്റെ കയ്യിൽ ഒരു പഴയ ഡയറിയും ഫോണും ഉണ്ടായിരുന്നു. അങ്കിൾ, ഇനിയെങ്കിലും ആന്റി സത്യമെല്ലാം അറിയണമെന്നൊക്കെ പറഞ്ഞു നിൽക്കുമായിരിക്കും മനു. അലീനയോ അങ്കിളിനെയോ കുറ്റം പറയാൻ ഇനി ആർക്കും തന്നെ അധികാരമില്ല. ആന്റി കൊല്ലപ്പള്ളി വീട്ടിലേക്ക് എന്തിനു പോയതാണെന്നൊക്കെ എനിക്കറിയാം. മനു സത്യങ്ങളിങ്ങനെ ഓരോന്നോരോന്നായി പുറത്തുവിട്ടു. വർഷങ്ങൾക്ക് മുൻപ് അലീനയുടെ അമ്മയെ ചതിച്ചതും ആ സത്യം മറച്ചുവെക്കാൻ ബാലചന്ദ്രനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുറ്റവാളിയാക്കിയതും വൈജയന്തിയും അവളുടെ കുടുംബവും ചേർന്നുകൊണ്ടാണെന്ന് മനു തെളിവുകൾ സഹിതം തന്നെ വിളിച്ചു പറഞ്ഞു. രാജീവനും ശിവശങ്കരനും എല്ലാവരും തല താഴ്ത്തി നിന്നുപോയി. വൈജയന്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അലീനയെ അടുത്തേക്ക് വിളിപ്പിച്ചു. എന്റെ മോളാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ നിന്നെ കൊലക്ക് കൊടുക്കാൻ നോക്കിയല്ലോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അലീനയുടെ കയ്യും പിടിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞു. ആശുപത്രി മുറ്റത്ത് വെച്ച് ബാലചന്ദ്രൻ അലീനയെ ചേർത്ത് പിടിച്ചു. തന്റെ ജീവിതത്തിൽ ഇത്രയും കാലം അനുഭവിച്ച അപമാനത്തിന്റെ ഭാരം ഒഴിഞ്ഞുപോയ ആശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. മനു അലീനയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഇനി ആരും നിന്നെ തടയില്ല അലീന, നീ നിന്റെ അച്ഛന്റെ കൂടെ അന്തസ്സായി ഈ വീട്ടിൽ തന്നെ വാഴണം. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ ചേർത്ത് പിടിക്കുന്നുണ്ട് എങ്കിലും കഥ അവിടെ ഒന്നും അവസാനിക്കുന്നില്ല. വൈജയന്തിയെ കൊല്ലാൻ നോക്കിയത് ആക്സിഡന്റ് ആയിരുന്നില്ല എന്നും അത് മറ്റൊരു ഗൂഢാലോചനയുടെ